അവസാന ഓവർ വരെ എത്തിച്ചതിൽ നിർണായക പങ്കാണ് ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ അജയ് ഘോഷ് വഹിച്ചത്. സഞ്ജുവിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയതും അജയ് ഘോഷായിരുന്നു. ഈ അജയ് ഘോഷിനെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന കാലം മുതൽ നേരിട്ടറിയാം. അത്രയേറെ ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനത്തോടെ കളിച്ചു വളർന്നു വന്ന ഒരു താരമാണ് അജയ് ഘോഷ്. കേരള ക്രിക്കറ്റ് ലീഗിൽ വാശിയേറിയ അത്യന്തം ആവേശം നിറഞ്ഞൊരു പോരാട്ടത്തിലാണ് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷിയായത്. അതിലേറ്റവും നിർണായകമായത് സഞ്ജു സാംസന്റെ പ്രകടനമായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ഒരാൾ കൊണ്ടുണ്ട്, അജയ് ഘോഷ്. അജയ് ഘോഷ് വന്നാൽ സഞ്ജു സാംസന്റെ വിക്കറ്റ് എടുത്ത, കൃത്യമായി പറഞ്ഞാൽ സഞ്ജു സാംസൺ സ്റ്റമ്പ് തെറിപ്പിച്ച അജയ് ഘോഷാണ് നമ്മുടെ കൂടെ. അജയ് ഘോഷ് എങ്ങനെയുണ്ടായിരുന്നു? ടീമിന് വേണ്ടി നല്ലോണം ചെയ്യാൻ കുറച്ചുകൂടെ ചെയ്യായിരുന്നു. ഇപ്പോൾ ടീമിന് ജയിപ്പിക്കണമായിരുന്നു, അതായിരുന്നു ചെയ്യേണ്ടത്. വിക്കറ്റിന് വേണ്ടിയല്ല എറിഞ്ഞ്, ഡോട്ട് ബോളിന് വേണ്ടിയാണ് എറിഞ്ഞത് കൂടുതലും. സഞ്ജുവിനെ പോലെ ഇന്ത്യൻ ടീം കളിക്കുന്ന ഒരു താരത്തിനെതിരെ പന്തെറിഞ്ഞപ്പോൾ എന്ത് തോന്നി? ആദ്യം എറിയുമ്പോൾ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഓവറൊക്കെ എറിഞ്ഞപ്പോൾ നല്ലോണം ഒരു വാശി തോന്നി, എറിഞ്ഞ് പിടിക്കണമെന്നൊരു, ടീമിനെ ജയിപ്പിക്കണമെന്ന് മാത്രം. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഇമ്പാക്ട് പ്ലെയറായിട്ടാണ് കളത്തിലേക്ക് വരുന്നത്. അതെ. ടീമിന് നല്ലോണം നല്ലോണം ജയിപ്പിക്കണമായിരുന്നു, അതാണ് ലക്ഷ്യം. പക്ഷേ നടന്നില്ല. ബാക്കിയുള്ളവരുടെ പറയണം, ഇന്നിപ്പോൾ വിഷ്ണുവും സച്ചിൻ ബേബിയും ഒക്കെ തകർത്തടിച്ചു. ഗംഭീരമായൊരു കളിയായിരുന്നല്ലേ? അതെ. കുറച്ച് ഒരു 10 റണ്ണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജയിക്കായിരുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പം നമ്മോടൊപ്പം ചേർന്നത് അജയ് ഘോഷാണ്. അജയ് ഘോഷ് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജു സാംസന്റെ വിക്കറ്റ് എടുത്ത അജയ് ഘോഷാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും എം നിഖിൽ കുമാർ, ജനം.